ഫ്രഞ്ച് ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപ് സമൂഹമായ മയോറ്റയിൽ കനത്ത നാശം വിതച്ച് ചിഡോ ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റിൽ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മരണസംഖ്യ ഇതുവരെ നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു. ഒരു നൂറ്റാണ്ടിനിടെയുണ്ടായ ഏറ്റവും നാശകരമായ ചുഴലിക്കാറ്റാണ് ചിഡോ ചുഴലിക്കാറ്റെന്നും അധികൃതർ വ്യക്തമാക്കി. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത്തിലുള്ള ചിഡോ ചുഴലിക്കാറ്റ് വീടുകൾക്കും സർക്കാർ കെട്ടിടങ്ങൾക്കും ആശുപത്രിക്കും കേടുപാടുകൾ വരുത്തി. 90 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണ് ദ്വീപുകളിൽ പതിക്കുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു. വൈദ്യുതി, വെള്ളം, ഇന്റർനെറ്റ് സൗകര്യങ്ങളെ ചുഴലിക്കാറ്റ് ബാധിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റിൽ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മരണസംഖ്യ ഇതുവരെ നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു. ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 1,00,000-ലധികം രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ മയോറ്റയിൽ താമസിക്കുന്നുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തെയും ബാധിക്കും. ജനങ്ങൾക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സുരക്ഷാസേനയെയും അഗ്നിരക്ഷാസേനയെയും മഡഗാസ്കറിന് വടക്കു പടിഞ്ഞാറുള്ള മയോറ്റയിലേക്ക് അയച്ചു. 3 ലക്ഷത്തോളം പേരാണ് ഇവിടെ താമസിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഗുണ്ടാക്രമണങ്ങളും സാമൂഹ്യ അശാന്തിയും നേരിടുന്ന സ്ഥലമാണ് മയോറ്റെ. മയോറ്റയിലെ 3/4 ഭാഗത്തിലധികം ആളുകളും ഫ്രഞ്ച് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.